ഹലോ, അപ്പോൾ ഇതൊരു കുട്ടി ഈവനിങ് വ്ലോഗാട്ടോ. അപ്പോൾ ഈ ടൈം ആയപ്പോൾ നമുക്ക് നല്ല ഇപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ടാൽ നിൽക്കണം കേട്ടോ. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പ്. പക്ഷേ ജാക്കറ്റ് ഇട്ടാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല തണുപ്പ് തോന്നും കേട്ടോ. അപ്പം ഇപ്പോൾ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 6 മണിക്ക് യോഗയുടെ ഒരു ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ രാവിലെ യോഗയുടെ ക്ലാസ് ഉണ്ടാവും, വൈകിട്ട് നമുക്ക് 6 മണിക്ക് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ് കേട്ടോ. അപ്പം ഇവിടെ കണ്ടേ ഇപ്പോൾ വിൻ്റർ ആകുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കും, നല്ല ഭംഗി കേട്ടോ. ഈ പൂവ്, പിന്നെ കടലാസ് പൂവില്ലേ, അതൊക്കെ എല്ലാം ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ടാവും. സോ അപ്പോൾ ഞാനിങ്ങനെ നടക്കാൻ കേട്ടോ. ഇപ്പം 6 മണിയായിട്ടുണ്ട്, അത്യാവശ്യം ഇരുട്ടി തുടങ്ങിയതാണ് കേട്ടോ. ലൈറ്റൊന്നും ഇല്ലാണ്ട് ഓറഞ്ച് ലൈറ്റ് ഇല്ല ഇങ്ങനെ മുഖത്തടിക്കുന്ന ഇത്. ആ സൂര്യൻ സൺസെറ്റ് ആവാറായിട്ടോ. അപ്പോൾ അങ്ങനെ സൺസെറ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി അവിടെ ചെന്നിട്ട് യോഗയുടെ യോഗ ചിലപ്പം ചെയ്യിപ്പിക്കില്ല, കുറച്ചിങ്ങനെ ഭജന പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് 6 മണിക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കും പോകണം. സോ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം കേട്ടോ. ഇവിടുത്തെ ഫുട്ബോൾ കോർട്ടാണ് കേട്ടോ. അപ്പം ഈ ഫുട്ബോൾ കോർട്ടിൻ്റെ അവിടെ ഇപ്പോഴും ആൾക്കാർ കളിക്കുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു, കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ യോഗ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്ന വഴിയാട്ടിത്. ഇവിടെ ഇതാണ് ഹെലിപ്പാഡ് കേട്ടോ. അപ്പോൾ ഇതാണ് ഹെലിപ്പാഡും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ ക്രോസ് ചെയ്ത് കുറച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട് കേട്ടോ യോഗയുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. അപ്പം ഞാനിങ്ങനെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈഡ് ഫുള്ളും ഈ കടലാസ് പൂവാണെന്ന് ഇരുട്ടത്ത് അധികം കാണാൻ പറ്റുന്നില്ല, പക്ഷേ പകൽ കാണാൻ നല്ല അടിപൊളി കേട്ടോ. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതിങ്ങനെ ഫുൾ കവറാവും കേട്ടോ. കണ്ടില്ലേ, തൊട്ടാൽ കൈ മുള്ളു കൊള്ളും. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എത്താറായിട്ടോ ഡിപ്പാർട്ട്മെൻറ്റിൽ. കെട്ടിയിട്ട് കാണാം. ദിസ് ഇസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് യോഗ. ഇവിടെ നമുക്ക് ചെരുപ്പൊക്കെ വയ്ക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. ചെരുപ്പ് നമുക്കിവിടെ വയ്ക്കാം. ഓക്കെ, ചെരുപ്പ് വെച്ചു കേട്ടോ. അങ്ങനെ ഞാൻ യോഗയ്ക്ക് വന്നിരുന്നു കേട്ടോ. അപ്പം വളരെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നുള്ളൂ കേട്ടോ വൈകുന്നേരത്തെ സെഷന്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെ മിക്കവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് 1 മണിക്കൂറാണ് ക്ലാസ് ഉള്ളത്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ പറയാണ് എന്ത് ചെയ്യാനാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കിനി യോഗ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ യോഗ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെന്താ സൂര്യ നമസ്കാരം, പിന്നെ കുറച്ച് ബ്രീത്തിങ് എക്സസൈസൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനി ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ യോഗ കഴിഞ്ഞിട്ട് നടന്ന് നമ്മൾ ജനറൽ സ്റ്റോഴ്സിൻ്റെ അവിടെ എത്തിയിട്ടും എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എന്തെങ്കിലുമല്ല, നോക്കാം കേട്ടോ. അങ്ങനെ ജനറൽ സ്റ്റോഴ്സിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബേസിക് ആക്ടിവിറ്റീസ് ഇതുണ്ടാവും. കഴിക്കാനായിട്ടാണെങ്കിലും അല്ലാണ്ട് ഇപ്പോൾ സോപ്പ്, ബ്രഷ്, പേസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളില്ലേ അതുണ്ട്. പിന്നെ ഫേസ് വാഷ്, കോസ്മെറ്റിക് ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് മേടിച്ചു, പിന്നെ ഒരു നട്ട്സിൻ്റെ നട്ട്സ് മേടിച്ചു കേട്ടോ. ഞങ്ങളവിടെ നിന്നപ്പോൾ ഞങ്ങളുടെ ഒരു ജൂനിയറിൻ്റെ ബർത്ത്ഡേ ഉണ്ടോ, അത് മലയാളിയാണ്. അപ്പം ക്ലാസ്സിൽ എല്ലാവരും ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്.
സോറി ബർത്ത്ഡേ പോയി അവിടെ നിക്കണോ കായില്ല രാജസ്ഥാനിൽ കുറച്ച് കായ് കുറവാണ്. ഇറ്റ്സ് ഓക്കെ. അത് വീണ അന്നെ തല്ലും ഞാൻ. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഹായ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇപ്പൊ തണുപ്പിന്റെ സീസൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ജാക്കറ്റ് ഒക്കെ ഇട്ട്. തണുപ്പ് പറഞ്ഞാൽ വലിയ പ്രശ്നമില്ല, പക്ഷെ ഇവിടുത്തെ കാറ്റാണ് പ്രശ്നം. കാറ്റടിച്ചാൽ ഭയങ്കര കുത്തലാണ് ശരീരത്തിന്റെ സ്കിന്നിനൊക്കെ. ഹലോ ഗൈസ്, ഹായ്. പിന്നെന്തൊക്കെയാണ് വിശേഷം? വിന്റർ എങ്ങനെ പോകുന്നു? ചൂടാ? നല്ല അതെ, ഫുള്ള് പാക്ഡ് ആണ്. ചുമ്മാ ചൂടെടുക്കും. സുഖാണ്. പിന്നെ എങ്ങനെ പഠിത്തമൊക്കെ ഇങ്ങനെ പോകുന്നു? പഠിത്തം നടക്കുന്നുണ്ടോ? കുഴപ്പമില്ലാതെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ റൂമിൽ തിരിച്ചെത്തി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. മെസ്സിലെ ഫുഡ് കഴിക്കുമ്പോൾ 8 മണി ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പം പോവാം, കഴിച്ചിട്ട് വരാം. ഓക്കേ. എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ വന്നിട്ടോ. ഇവിടെ ഒരാൾ കഞ്ഞി വയ്ക്കുകയാണ്, കാണിച്ചു തരാം. ഓ, കഞ്ഞി റെഡി ആയോ? കഞ്ഞിയും പയറും കുറച്ചും കൂടി വേവാണ്ട്. പക്ഷെ പാകമായിട്ടുണ്ട്. നല്ല മണമുണ്ട് കഞ്ഞിയും പയറും. അപ്പോൾ ഓക്കെ. അങ്ങനെ ഞാൻ മെസ്സിലേക്ക് എത്തിയിട്ടോ. മെസ്സിൽ ഇന്ന് റൈസ്, പിന്നെ ദാലുണ്ടായിരുന്നു, പിന്നെ ഉരുളക്കിഴങ്ങും പാലക്കും കൂടെ ഇട്ടുള്ളൊരു കറി. അതാട്ടോ ഈ ഒരു ഡാർക്ക് ഗ്രീനിഷ് കളറിലിരിക്കുന്ന. പിന്നെ സാലഡ്, റാഡിഷും കുക്കുംബർ, പിന്നെ നമ്മുടെ ഫ്രൈസിലെ അതായിരുന്നു കേട്ടോ ഇന്നത്തെ ഡിന്നറ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് അച്ചാറുണ്ടായിരുന്നു കേട്ടോ. ഇത് അങ്ങനെ. അപ്പോൾ ഇതായിരുന്നു ഡിന്നറ് കഴിച്ചത്. സൂപ്പർ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ. ഇനി ചിലപ്പോൾ ഇനിയിപ്പോൾ പഠിക്കാനിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഉറങ്ങും. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈവനിങ്. അപ്പോൾ ഞാൻ ഒരു ഈവനിങ് വ്ളോഗായിട്ട് ഉദ്ദേശിച്ചത്. ഞാൻ ഒരു 6 മണി തൊട്ട് ഉള്ളൊരു വ്ളോഗ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കാണാം. ബൈ.